അങ്ങനെ കൊച്ചിക്ക് പോയ നമ്മൾ കൊയിലാണ്ടിയിലെത്തിയ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പം നമ്മൾ പാർക്കിലെത്തി. എന്താ എന്താ ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. അല്ലെങ്കിലും ഊഞ്ഞാലുകൾ എന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. ഊഞ്ഞാല ഏത് ഏജിലുള്ളവരാണെങ്കിലും നമുക്ക് പറ്റിയൊരു ഊഞ്ഞാൽ ആടാൻ കിട്ടിയാൽ അത് വിടാറില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ പാർക്കിൽ നമ്മളെ പിള്ളേരുടെ കൂടെ ഫാമിലിയുടെ കൂടെ വന്നാൽ നമുക്കും പോയി ഊഞ്ഞാലോ എല്ലാ റൈഡിലും കയറണം എന്ന് തോന്നിയിട്ടില്ലേ? പക്ഷെ പലപ്പോഴും അതിലൊന്നും കയറാൻ പറ്റാറില്ല, അതാണ് സത്യം. പാർക്കിലെത്തിയപ്പോൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചേ ഇല്ല. ചേട്ടന്മാർ കൊണ്ടുവന്ന മിൻറ്റ് സോഡയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ ഇരിക്കാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് നോക്കിയായിരുന്നു നടത്തും. റോസ നല്ല ഉറക്കത്തിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ. ഞങ്ങൾ ഇത്രയും വർത്തമാനം പറഞ്ഞിട്ട് ആൾ അറിയുന്നും പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും ബോറിംഗ് ആയ ഫേസ് എന്നും ജോലിക്ക് പോവാ വരിക, വീട്ടിൽ ഇരിക്കുക, അടുത്ത ദിവസം വീണ്ടും ജോലിക്ക് പോവാ വരിക. ആ ബോറിംഗ് ഫേസിൽ നിന്നും ഇടയ്ക്ക് ഫാമിലിയോട് ഇങ്ങനെ കുറച്ച് ടൈം വീട്ടിലെ കാര്യങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങളും. ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തന്ന 2 കാര്യമാണ്. നാട്ടിലുള്ള അമ്മച്ചി യൂട്യൂബ് എടുത്ത് വീഡിയോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ വീഡിയോ കണ്ടു, കൊച്ചിനെയൊക്കെ കണ്ടു എന്ന് അമ്മച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു. ആ ഒരു മൊമെൻ്റ് എനിക്ക് എന്തോ ഹാപ്പിനെസ് തന്നു. കാരണം അമ്മച്ചി ഇതുവരെ കൊച്ചിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഏതോ ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 28 ഫോളോവേഴ്സ് ഉണ്ട്. എൻ്റെ ആ 28 ഫോളോവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നതെന്ന്. അങ്ങനെ കുറേ നേരം വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ.